തിങ്ക് ഡീപ്പ്, ടേൺ ബാക്ക്, സ്റ്റാർട്ട് ന്യൂ. ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ദിവസത്തെ റിഫ്ലക്ഷൻ നമുക്കൊന്ന് റീകളക്ട് ചെയ്താലോ? നമ്മെക്കൊണ്ടാകും വിധത്തിൽ മറ്റുള്ളവർക്ക് കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചെയ്യാൻ നാം ശ്രമിക്കാറുണ്ടോ? നമ്മെക്കൊണ്ടാകും വിധം സഹായങ്ങൾ ആവശ്യമുള്ളവരെ കൈപിടിച്ചുയർത്താൻ നാം തയ്യാറാകുന്നുണ്ടോ? അത് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എങ്ങനെയുമാകാം. ചോദിക്കാം നമ്മോട് തന്നെ, ഞാൻ ഏത് വിഭാഗത്തിൽപ്പെടുമെന്ന്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണോ എന്ന്. ഇനി നമുക്ക് ഇന്നത്തെ റിഫ്ലക്ഷൻ എന്താണെന്ന് കേൾക്കാം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ കഷ്ടതയെ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. സങ്കീർത്തനങ്ങൾ 120:1. നീതിമാനും ദൈവമുള്ളവനായിരുന്ന ജോബ് പിശാചിന്റെ പരീക്ഷണത്താൽ കഷ്ടതകൾ അനുഭവിച്ചപ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്താതെ അവിടുത്തെ നാമം വാഴ്ത്തി അവിടുത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. ദൈവം അവനെ സുഖപ്പെടുത്തുകയും മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എല്ലാ സൗകര്യങ്ങളും ഇരട്ടിയായി നൽകി അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. നമ്മുടെ കഷ്ടതകളിൽ നമ്മൾ വീണു പോകാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ച് സ്വയം കുരിശിൽ സമർപ്പിച്ച ഈശോയെ മുറുകെ പിടിക്കാം. നമ്മുടെ കഷ്ടതകളും വിഷമതകളും, പ്രത്യേകിച്ച് ഈ നോമ്പുകാല സഹനങ്ങളും ആ കുരിശോട് ചേർത്ത് വയ്ക്കാം. അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കും. നമ്മെ തീർച്ചയായും നമുക്ക് ഉത്തരമരുളും. ലോകത്തെ ആശ്രയിക്കാതെ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.